കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ വലിയ ഭവനമായി ദൈവത്തിന്റെ ദാനമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകേണ്ടതിനും നീതി ഉടുപ്പാണി ചികിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവാചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കൊരിന്ത്യർ 15-ാം അധ്യായം 40-49 വരെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ അച്ഛൻ പ്രാർത്ഥനയോടൊപ്പം കൊടുക്കാം.
കബീരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവായ ഈശോയെ ഞങ്ങൾ വേർതിരിഞ്ഞുമായ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സമാധാനം വിളിക്കപ്പെട്ട ഈ ആത്മാവിനെ ശാന്തി പ്രദാനം ചെയ്യണമേ. അപ്പോൾ അമ്മച്ചിയുടെ ജീവിതകാലത്ത് അമ്മച്ചി ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കർത്താവിനോടൊപ്പം ജീവിച്ച് കർത്താവിനോടൊപ്പം മരിച്ച് കർത്താവിനോടൊപ്പം ഉയർക്കുവാനുള്ള വലിയ ആഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിളിക്കപ്പെട്ടവരുടെ ആത്മാവ് എല്ലാ തരങ്ങളും കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കല്ല് വെച്ചാൽ മതി, കാലിൻ്റെ ആട്ടം ഉണ്ടെങ്കിൽ. ഞങ്ങളുടെ ആയുസ്സും എല്ലാം ദാനമാണ്. പ്രിയ മാതാവിന് നൽകിയ ശ്രേഷ്ഠകരമായ സൗഭാഗ്യകരമായ ജീവിതത്തിനായി സ്തോത്രം. പ്രിയമാൾക്ക് ഒരു അർത്ഥവത്തായ ക്രിയാത്മകമായ യാത്രയപ്പിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ദൈവമായ സമാധാനത്താൽ ഞങ്ങൾ എല്ലാവരെയും നിലയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയമാരുടെ ജീവിതത്തിന്റെ അനുസരണമായ ജീവിതത്തിന്റെ മാനമനുസരിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയിൽ നൽകുവാനായിട്ട് കുടുംബാംഗങ്ങളെ അവിടെ സജ്ജമാക്കണമേ. പ്രിയമാതാവിനോട് ലഭിച്ച എല്ലാ സേവനങ്ങളും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നല്ല മാതൃകൾക്കായി സ്തോത്രം. പ്രിയമകളുടെ കണ്ണീർ തുടച്ചു മാറ്റുകയും കർത്താവിന്റെ ദൈവമായ സമാധാനത്താൽ അവിടെ നിലയ്ക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള അതിന്റെ ക്രമീകരണങ്ങൾ നിർവഹിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്ന് സ്വർഗം ചായച്ച് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മാറോട് ചേർത്ത് ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണം. സകല മഹത്വം കർത്താവിനെ അർപ്പിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. കുരിശെടുത്തല്ലോ അല്ലേ? കുരിശെടുത്തോ? കുരിശെടുത്തിട്ട് തിരി കെട്ടി വെക്കണേ. ഇപ്പൊ വേണ്ട, പള്ളി പോകുന്നിട്ട് മതി. പള്ളി പോകുന്നിട്ട് കയറാനുള്ള അനീഷ ഇവിടെ ഒരു ലൈൻ കസര ഇറങ്ങേ. ആൻറ്റിമാർക്ക് ഇരിക്കാം. So
1 15-ാം അധ്യായം 9 മുതൽ 58 വരെ. സഹോദരന്മാരെ, കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതത്തെ, സേവനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രിയപ്പെട്ട അമ്മച്ചിയിൽ നിന്ന് കുടുംബാംഗങ്ങളാകുന്ന നമുക്ക് സഭാമക്കളാകുന്ന അയൽവാസികളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, കരുതലിനെ ഓർത്തുകൊണ്ട്, സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രത്യാശയോടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് യാത്ര അയക്കാം. ഭവനത്തിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഭവനത്തിലെ ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് ചേരച്ചോട് ഇടവുകാരി അതിനായ ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോ അച്ഛനും, മത്സര ഭവനത്തിന്റെ ബന്ധുകൂടാകുന്ന നമ്മുടെ മഹായുടെ സീനിയർ ശുശ്രൂഷൻ ബഹുമാനപ്പെട്ട കെ ജോൺ സാറുമാകുന്നു. ഈ ശുശ്രൂഷയിൽ അത്യാവശ്യം പങ്കെടുക്കാൻ വേണ്ടി ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ശോഭയേറും
സങ്കീർത്തന വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രത്യേക സമയത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 130. യഹോവേ, ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. മരിക്കില്ലല്ലോ. അവൻ എന്നതിനുള്ളവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങളൊക്കെ ഉപദേശിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ പ്രിയ മാതാവ് പാവവും പരീക്ഷയുമുള്ള ലോകത്തിൽ നിന്ന് അങ്ങേക്ക് വിളിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയുടെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കളെ കന്യയോടെ കടാക്ഷിച്ചവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ ഏറ്റവും വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. നിത്യ പ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഞങ്ങളുടെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അങ്ങനെ അതിശയമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന്റെ മഹത്വമുള്ളതായ പുനരുത്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്നതാണ് ജ്ഞാനത്തിലും സ്നേഹത്തിലുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകുന്നവനാകുന്നു, ഞങ്ങൾ നിന്ന് അവയെ എടുക്കുന്നവരുമാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണാഹൃദയത്തോടെ പറയുവാൻ അങ്ങനെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവമേ, മരണത്തിൽ നിന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലെന്ന് അങ്ങ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന ക്ഷമാരിമോ പാട്ടുമില്ലാത്ത സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ഇവിടെ പ്രത്യാശ മക്കൾക്ക് ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപെടാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലെ വാസത്തിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളതാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ചേരണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരുടെ പാർപ്പാനും പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കാലാവസ്ഥ ജീവിച്ചു വാഴുന്ന രക്ഷിതാവായ യേശുവേ, അങ്ങോട്ട് വാഴുവാനും ഞങ്ങളെ അവിടുന്ന് ചേർക്കണമെന്ന് ഞങ്ങൾ വിനയമായി അങ്ങോട്ട് അപേക്ഷിക്കുന്നു. വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് ജീവനോട് ഇരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും അയക്കും. നമുക്ക് തന്റെ സകല ദാസർക്ക് നിത്യജീവനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഈ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോച്ചനോടും ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട കെ യൂണിസാറിനോട് പ്രത്യേകമായ കുടുംബത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മെ വിട്ട് ദൈവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടിയമ്മ അമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്തുകൊണ്ട് ദൈവസ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പഴയ കണ്ടത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിലെയും സീനിയറായിട്ടുള്ള ഒരു മാതാവിനെയാണ് നമ്മൾ ഇന്ന് യാത്ര അയക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അവരെല്ലാം അടിയുറച്ച
തലമുറകൾക്കും നൽകിയവരാണ്. അതോടൊപ്പം തന്നെ കഠിനാധ്വാനികളായിരുന്നു. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി ഒത്തിരി നന്മകൾ നൽകിയവരാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചി ശാരീരികമായ ക്ഷീണ അവസ്ഥയിലൊക്കെ ആയിരുന്നപ്പോൾ മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ ശുശ്രൂഷിക്കുവാൻ പ്രിയപ്പെട്ട മാതാവിന്റെ ക്ഷീണാവസ്ഥയിൽ കരുതുവാനൊക്കെ ഇടയായിത്തീർന്നു. അതൊക്കെ മാതൃകാപരമാണ്. നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളിൽ നിന്ന് ശാരീരികമായി മാറിയാലും ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിശ്ചയമായും നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് പാട്ടുപാടുമ്പോൾ യാത്ര ചോദിക്കുകയും പ്രിയപ്പെട്ട മാതാവിന്റെ ഭൗതിക ശരീരം കഞ്ഞിക്കുഴി ക്രൈസ്റ്റ് ചർച്ച് ദേവാലയത്തിലെ ശുശ്രൂഷ സിമന്റിൽ അടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നും ദേവാലയത്തിലെ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഈ സമയത്ത് പാട്ട് പാടുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഈ പ്രത്യാശയോടെ പ്രിയപ്പെട്ട മാതാവിനെ യാത്ര ചോദിക്കാം. ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശങ്ങൾ മദീന ബന്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശങ്ങൾ മദീന ബന്ധപ്പെട്ടോടിടുന്നു.
നിനക്കും സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കും സ്തോത്രം വേഗം നിന്നെ കാണും പുല്ലും പുറത്തായതുകൊണ്ട് പറയുന്നത് ആ കാലും വേണ്ട രണ്ട് സൈഡിൽ കൂടി രണ്ട് സൈഡിൽ കൂടി പ്രിയപ്പെട്ട മാതാവിന്റെ ഭൗതിക ശരീരം കാണുവാനുള്ള പ്രിയപ്പെട്ട സമയത്ത് കാണാം. കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഭവനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുവാൻ കഴിയാതെ പ്രിയപ്പെട്ടവർക്ക് കുടുംബപരമായിട്ടുള്ള ആദരാഞ്ജലികൾ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും റീത്തുകളോ വെക്കുവാനുണ്ടെങ്കിൽ സമയത്ത് അത് വെക്കാവുന്നതാണ്. കാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിത കൂടിയാകെ പേർ വിളിക്കും നേരം ആകാശമാ പുറം കൂടിടുമ്പോൾ
ഏർപ്പെടുവാൻ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്തൊക്കെ ശേഷം ഞാൻ ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും. ഞങ്ങളെ സ്വർഗ്ഗരാജ്യത്തിൽ അവരോട് സന്തോഷിക്കാൻ പങ്കാളിയായി തീരുവാനും യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആരാധിക്കുന്നത് പോലെ ഞങ്ങളും ആരാധിക്കേണ്ടതും ആശ്രയിക്കുന്നത് പോലെ ഞങ്ങൾ ആശ്രയിക്കേണ്ടതും അവർ നിന്നെ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങൾ സന്തോഷിക്കേണ്ടതും അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ സ്നേഹിക്കേണ്ടതും അവരുടെ അതേ മനോഭാവം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നാം നിൽക്കുമ്പോൾ തന്നെ ഇതിനുള്ള സങ്കീർത്തന വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അതിർത്തികളെ ഓർമ്മിച്ചാൽ കർത്താവേ ആർന്നു നോക്കും. എങ്കിലും നിന്നെ ഭയപ്പെടാൻ തക്കണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നതിനേക്കാൾ എന്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവകാശമാക്കാൻ കഴിയുകയില്ല, ദൈവത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലനാഥെങ്കിൽ പെട്ടെന്ന് കൺമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്തിലുള്ള ദ്രവ്യത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യമുള്ള ദ്രവ്യത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ദീർഘനാളുകൾ ഈ ലോകത്തിൽ ജീവിക്കുവാനും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും പേരക്കുട്ടികളെയും കാണുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കി. പ്രിയമ്മച്ചിയുടെ ജീവിതത്തെ സേവനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും വാത്സല്യ ഭവനത്തെ ബലപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് ചെലച്ചോട് ഇടപെട വികാരി അതിനെ ബഹുമാനപ്പെട്ട ജോസ്പ്ലിൻ ചാക്കോ അച്ഛനാകുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ക്ഷീണാവസ്ഥയിൽ ചെലച്ചോട് ഹോസ്പിറ്റലിൽ പ്രിയ അച്ഛന്റെ സാന്നിധ്യവും കരുതലുമൊക്കെ വാത്സല്യ ഭവനത്തിന് അനുഗ്രഹമായിരുന്നു. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകമായ സ്നേഹത്തെ നന്ദിയെ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ശുശ്രൂഷരാകുന്ന വാത്സല്യ ഭവനമായി ഏറ്റവും അടുത്ത ബന്ധുവാകുന്ന പ്രിയപ്പെട്ട കെ ജോൺ സാറും കൊച്ചമ്മയും, അതോടൊപ്പം തന്നെ ജോൺസൺ സാറും കൊച്ചമ്മയും, അതോടൊപ്പം തന്നെ ടി ഡി ജോൺസൺ സാറും വിവിധ ഇടങ്ങളിലുള്ള സഭയുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിന്തോടിലെ കുടുംബാംഗങ്ങൾ മഹായിടവയ്ക്ക് ശുശ്രൂഷ മേഖലയ്ക്ക് അനേക ദേവദാസന്മാരെ പ്രദാനം ചെയ്ത കുടുംബമാകുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന ഏവരെയും കഞ്ഞിക്കുഴി ഇടവകയുടെ പ്രത്യേകമായ സ്നേഹത്തെ അറിയിക്കുന്ന ഈ സമയത്ത് കഞ്ഞിക്കുഴി ഇടവകയുടെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സഭയുടെ എല്ലാ സംഘടനയുടെ പേരുള്ള ആദരാഞ്ജലികൾ ചുരുങ്ങിയ വാക്കുകളിൽ സഭയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺസൺ അറിയിക്കുന്നതാണ്. ദൈവത്തിന്റെ ദിവസവും നാം കെട്ടപ്പെടുമാറാട്ടെ. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള വിജയ തോമസ് അച്ഛൻ, ജോസഫ് അച്ഛൻ, കെ ഡി ജോൺസൺ സാർ, കെ കെ ജോൺസൺ, അമ്മച്ചിയുടെ വേർപാടുകളും ദുഃഖാഴ്ച കുടുംബാംഗങ്ങളെ, വിവിധ സഭകളിൽ നിന്ന് ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും ഇടപെടുന്ന യേശു നാമത്തിൽ എൻ്റെ സ്നേഹമൊന്ന്. പ്രിയപ്പെട്ട മാതാവിനെ ഓർക്കുമ്പോൾ സഭയെ കരുതുകയും സ്നേഹിക്കുകയും സഭാമക്കളെ കരുതുകയും ചെയ്യുന്ന ഒരു വാത്സല്യ മാതാവായിരുന്നു. മാതാവിലൂടെ സഭയ്ക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.
8 വയസ്സ് വരെ ആരോഗ്യത്തിൽ ജീവിക്കാൻ മാതാവിനെ ദൈവം അനുഗ്രഹിച്ചു ശക്തീകരിച്ചു. മാതാവ് നന്മകളെ നമുക്ക് പിന്തുടരാൻ ദാനിയേൽ പ്രവാചക പുസ്തകം 14-13 ഭാഗത്തിൽ പ്രകാരം പറയുന്നു, നീ അവസാനം വരുമ്പോൾ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് ധാരാസത്തിന്റെ ഗോകുലിലേക്കാൻ എഴുന്നേറ്റ് വരും. ആ പ്രദേശനായിരിക്കാം ദുഃഖാചാര കുടുംബങ്ങളെ ദൈവം സമാശ്വസിപ്പിക്കട്ടെ. സഭയുടെ പേരുള്ള എല്ലാവിധമായ അനുഷ്ഠവും രേഖപ്പെടുത്തുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുന്നവരാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ കടന്നു വന്ന് ഭൗതിക ദൈവത്തിൽ പ്രീതി സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ജീവിക്കും. ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ ഭരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവൻ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണ്ണതയും വിശ്വാസാത്മാക്കൾ ശരീരത്തിന്റെ ഫലം നീക്കപ്പെട്ട ശേഷം നമ്മുടെ ആത്മനും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മച്ചിയെ പാപലോകനും വിളിപ്പാനിക്കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിൽ സത്യവിശ്വാസം വെച്ച എല്ലാവരുടെ ആത്മാവിശരത്തിലും മൊത്തത്തിൽ സർവസമ്പൂർണ്ണതയെ മോക്ഷവും അനുഭവിക്കേണ്ടതിന് അങ്ങ് തിരഞ്ഞെടുക്കവരുടെ സംഖ്യകളെ തികച്ച് രാജ്യത്തെ വേഗം വെക്കുവാൻ കണ്ടുണ്ടാകണം. നമ്മോട് ഇഷ്ടം തോന്നണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ വിനയമായി അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ പിതാവേ, കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന ആരും അനേകമായി മരിക്കുകയില്ലല്ലോ. കർത്താവിൽ ഉറങ്ങുന്നതിനെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് കന്യാവായ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഞങ്ങളെ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾ ഈ മാതാവ് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങൾ സ്വസ്ഥത അറിയിക്കുമാറാകണേനും അന്ന് ദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തേക്ക് ഞങ്ങൾ ഞങ്ങളുമായി പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകണേനും അന്ന് അങ്ങയുടെ ഇഷ്ടപുത്രൻ അങ്ങെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോട് എല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങളെ വരുകയും ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുന്ന അന്ന് ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകണേനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഒരുപ്പിക്കണമെന്ന് ഞങ്ങളോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും ഇഷ്ടമായ യേശുമിശിഹാ മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിജുവച്ചൻ, ആശുപത്രിയിലുള്ള ജോസ്നച്ചൻ, സഭാ ശുശ്രൂഷകരായിരിക്കുന്ന സഹോദരങ്ങളെ, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ 3 വർഷം മുമ്പ് പള്ളിയിൽക്കണ്ട സഭയുടെ ശുശ്രൂഷകനായി ഞാൻ വരുന്ന സമയത്ത് അവിടുത്തെ കുടുംബമാണോ എന്ന് ചോദിച്ചാൽ കുടുംബം കഞ്ഞിക്കുഴിയിലെ സഭാംഗമാണ്. എന്നാൽ അവിടുത്തെ കുടുംബത്തെ പോലെ കരുതുകയും അത് അപ്രകാരം തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സഭാ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെയും വളരെ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്ത കുടുംബമാണ് കല്ലുംതൊട്ടി കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ. വിശേഷാൽ പ്രിയമാതാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ വരുന്ന സമയത്ത് കുറച്ച് നാൾ മകൻ്റെ കൂടെ എറണാകുളത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയും മോളും കൂടെ അവിടെ വന്ന് താമസിച്ചു. ആ സമയങ്ങളിലൊക്കെയും തങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്ഷീണമൊക്കെ മാറുന്ന സമയത്ത്
ഓടി വന്ന് ദേവാലയത്തിൽ കടന്നു വന്ന് ഒരു ശുശ്രൂഷകരുടെ എങ്ങനെ സമീപിക്കണം, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കുവാനാണുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു മാതാവിനെ പോലെ ഞാൻ പ്രിയ മാതാവിനെ കാണുവാൻ സാധിച്ചു. മക്കളും അപ്രകാരം തന്നെ ആയിരുന്നു. ആ ഒരു ബന്ധത്തിലാണ് എനിക്കിവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചത്. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ മരുമക്കളെയും, എല്ലാ കൊച്ചുമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒരിക്കൽ പോലും ഒരു നിരാശയുടെ വാക്കോ വേദനയുടെ വാക്കുകളോ സങ്കടത്തിൻ്റെ വാക്കുകളോ ഒന്നും പറയാതെ എല്ലായ്പ്പോഴും തൃപ്തിയോടെ സന്തോഷത്തോടെ മക്കളെക്കുറിച്ചും സഭയെക്കുറിച്ചും കരുതുന്ന ശ്രദ്ധിക്കുന്ന ഒരു മാതാവായിരുന്നു പ്രിയ മാതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് പഴയപട്ടണം ദേവാലയം മിഷൻ ഫീൽഡിലാണ്. അപ്പോൾ ഇതിൽ പല ആവശ്യങ്ങൾ വന്നപ്പോൾ അമ്മച്ചി മക്കളിലൂടെ അല്ലെങ്കിൽ മക്കളായിട്ടൊക്കെയും പല ആവശ്യങ്ങൾ അവിടെ നിറവേറ്റി തന്ന് നമ്മളോട് ഓർക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഭാപ്രവർത്തകരുടെയും പ്രത്യേകിച്ചും മഹാരുടെ മിഷൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും മിഷണറി പ്രവർത്തനത്തിൽ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ മിഷൻ കളക്ഷൻ എടുക്കുന്ന സമയങ്ങളിൽ വരുമ്പോൾ ഒരിക്കലും ഒരു വെറുതെ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ദൈവവേലയ്ക്ക് കൊടുത്ത് ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ചിന്തയോട് കൊടുക്കുന്ന ഒരു കുടുംബമാണ്. അത് അമ്മച്ചി അപ്രകാരം തന്നെയാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും കരുന്തൊട്ടി കുടുംബാംഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ പരിചയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവിധமான ആ ദുഃഖത്തിൽ ഞങ്ങൾ മഹാടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും ആ ദുഃഖവും വേദനയും അറിയിക്കുന്നു. മേലുകാവിൽ കൈലാഞ്ചി ദേവാലയത്തിൽ ഒരു മരിച്ചടക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ കാളിയാർ സഭയിൽ മറ്റൊരു മരിച്ചടക്കം 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ബഹുമാനമുള്ള ഈ ഈപ്പനച്ഛനും വരാമെന്ന് സമ്മതിച്ചെങ്കിലും അത് അച്ഛൻ്റെ പൂപ്പുറ ഇടവകയിൽ സംഭവിച്ചതുകൊണ്ട് അങ്ങനെ വരുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ അല്പസമയം ദീർഘമായെങ്കിൽ യാത്രയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും ഒന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാടയുടെ പ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ മിഷൻ്റെ ചുമതല വഹിക്കുന്ന ആളെന്ന നിലയിൽ മഹാടയുടെ മിഷൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഈ ഈപ്പനച്ഛൻ്റെ പേരിലും മഹാടയുടെ മറ്റെല്ലാ നേതൃത്വത്തിൻ്റെ പേരിലും പ്രത്യേകിച്ചും എൻ്റെ വ്യക്തിപരമായ നിലയിലുള്ള അനുച്ഛേദനം അറിയിക്കുന്ന ദൈവം പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട അമ്മച്ചി ശുശ്രൂഷിച്ച കാര്യങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് വളരെ യാദൃശ്യമെന്ന നിലയിൽ ഞാൻ ചേലത്തുള്ള CSI ആശുപത്രി വന്നപ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയെ കാണുവാനും സ്നേഹാന്വേഷണം പരസ്പരം അറിയുവാനും പറയുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ അവസരം ലഭിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ അമ്മച്ചിയെ കാണുവാൻ ദൈവം തുടർന്നല്ലോ. എല്ലാവരെയും ദുഃഖത്തിലേക്ക് എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധமான അനുശോചനവും വേദനയും അറിയിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയോടെ അനുഗ്രഹിക്കുന്നു. ആശ്വാസവചനങ്ങൾ നമുക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ് ചാക്കോച്ചനാകുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ആശ്വാസവചനം നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട അച്ഛൻ വിശ്വപല്ലാളെ നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്ന കർത്താവേ, വളരെ പ്രത്യാശയോടെ ഞാൻ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാണ്. കാരണം മാനുഷികമായ വാക്കുകൾക്ക് പരിമിതികളുള്ളപ്പോൾ സ്വർഗസ്നായ കർത്താവിൻ്റെ ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്നുള്ള ദിവ്യ വാക്തത്വത്താലും കർത്താവെ സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ആശ്വാസ വചനത്താൽ ഞാൻ ഞങ്ങളിലേക്ക് നോക്കിയാണ്. ഞങ്ങളോട് സംസാരിക്കണം. വചൻ നമുക്ക് നൽകപ്പെടേണ്ട കൂടിയുള്ള താഴ്ത്തും കൃഷ്ണ പറയിലേക്ക് മറയണം. സന്നിഹിതരായി എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ കർത്താവ് ശക്തിയിരിക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ബഹുമാനനായിരിക്കുന്ന ബിജു അച്ഛൻ, സ്നേഹോപാസ്യമുള്ള KK ജോണി സാറ്, TD ജോൺസൺ സാറ്, ജോസ് സാറ്, ഈ പ്രിയ മാതാവുമായിട്ട് എനിക്കുള്ള പരിചയം പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ പ്രിയമാതാവ് 1 മാസത്തോളം പാലിയേറ്റീവ് കെയർ സെൻ്ററിലായിരുന്നു. ചെറുച്ചോട് ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ 2 ദിവസമായുള്ളൂ അമ്മച്ചി ഒട്ടും സംസാരിക്കാതെയായിട്ട്. അതിന് മുമ്പ് നല്ലപോലെ ഒക്കെ പറ്റുന്ന രീതിയിൽ ട്യൂബ് എടുത്ത് കഴിഞ്ഞ പിന്നാണ് അത് ഒരു സ്വാരസ്യം ഉണ്ടായത്. അതിന് മുമ്പ് ചോദിക്കുന്ന ജോലികൾ പറയും, ഇത് ഈ അമ്മച്ചിയുടെ പുഞ്ചിരി വളരെ ഇഷ്ടമാണ്. നല്ലൊരു ചിരിയാണ് അമ്മച്ചിക്ക്. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ തിരിക്കുന്ന പോലെ അമ്മച്ചിയെ വിളിക്കുമ്പോഴത്തേക്ക് അല്ല മോള് സഹോദരന്മാർ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചലച്ചോടെ ഈ ഹോസ്പിറ്റലിലെ അച്ഛനാണെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മച്ചി ഇങ്ങനെ തലയെടുത്ത് നോക്കിയിട്ട് ഒരു കൊച്ചു പിള്ളേരിരിക്കുന്ന ഒരു പുഞ്ചിരി, ഒരു കള്ളച്ചിരി പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിരിയാണ്. കാരണം അത് ഒരു നിഷ്കളങ്കമായ ചിരി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചിരിക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ വലിയ പ്രായമൊക്കെ ടെൻഷനൊക്കെ അടിച്ചിരിക്കും. നമ്മുടെയൊക്കെ ചുമ്മാ ആർട്ടിഫിഷ്യൽ ചിരിയാണ്. മുഖംമൂടികൾ അണിഞ്ഞുള്ള ചിരിയാണ് നമ്മളൊക്കെ ചിരി. നമ്മളൊക്കെ ചിരിച്ചെന്ന് വരുത്തി മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പം എന്നാൽ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചി വളരെ നിഷ്കളങ്കമായിട്ട് ചെയ്തു. അത് മാത്രമല്ല, ഈ ഒരു പ്രയാസം നമുക്കറിയാലോ, ഈ കുറേ ദിവസമായിട്ട് വീഴ്ചയുടെ ഫലമായിട്ട്, വീഴ്ചയ്ക്ക് ശേഷമാണ് അമ്മച്ചി ഈ ഒരു അവസ്ഥ. നല്ല ആരോഗ്യവതിയായ ഒരു അമ്മച്ചിയായിരുന്നു. 98 വയസ്സ് വരെ അമ്മച്ചി ജീവിച്ചു. വീഴ്ചയ്ക്ക് ശേഷമാണ് ചില പ്രയാസമുണ്ട്. ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി
അവിടെ കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് പാലിയേറ്റീവിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഈ അമ്മച്ചി സ്തോത്രവും ഹല്ലേലൂയായും ഒക്കെ പറയുകയും പാട്ട് പാടുമ്പോൾ അതിനോട് കൂടെ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു വലിയ സന്തോഷമായിരുന്നു. കാരണം ഈ അമ്മച്ചി വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ച ഒരമ്മച്ചിയാണ്. വളരെ പ്രത്യാശയോടുകൂടി ജീവിച്ച ഒരമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ജീവിതം വളരെ അനുഗ്രഹകരമായ ജീവിതമായിരുന്നു. അതാണ് ഈ അമ്മച്ചിയുടെ ആ ഒരു വിശ്വാസത്തോടുകൂടെയുള്ള ആ ഒരു അതിൻ്റെ ഒരു പ്രദർശനമായിട്ടാണ് അമ്മച്ചി പാട്ട് പാടുകയും ഹല്ലേലൂയ പറയും. പ്രാർത്ഥിക്കുമ്പോൾ വളരെ ആത്മാർത്ഥം. ഇന്നലെ ഞാൻ വൈകിട്ട് അവിടെ ചെന്നിരുന്നു 7 മണിക്ക്. എനിക്കിന്ന് പെട്ടെന്ന് ഇന്നലെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ അമ്മച്ചി ഒന്ന് കാണണം എന്നൊരു ആഗ്രഹത്തോട് ഞാൻ ചെന്നപ്പോൾ സഹോദരിമാരോട് പറഞ്ഞു ഓക്സിജൻ്റെ അളവ് താണുപോയി, അതുകൊണ്ട് ഇടയ്ക്ക് ഓക്സിജൻ കൊടുത്തു. അമ്മച്ചി ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട്, നമ്മുടെ കഫക്കെട്ടാണോ എന്താണ്. എനിക്ക് ആകെ ഒരു അമ്മച്ചിയെ കണ്ടപ്പോൾ ഒരു പ്രയാസം പോലെ തോന്നി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഈ 2 സിസ്റ്റർമാരോട് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അമ്മച്ചിയെക്കുറിച്ചുള്ള ഹിസ്റ്ററികൾ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു, പ്രാർത്ഥിച്ചിട്ട് പോന്നു. ഞാൻ പ്രാവശ്യം ഇടയ്ക്ക് എന്നെ നോക്കി, പക്ഷേ കൃത്യമായിട്ട് അമ്മച്ചിക്ക് എൻ്റെ മുഖം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതായത് പഴുതരയായപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ഫോൺ വന്നത്, അമ്മച്ചി പഴുതര കഴിഞ്ഞപ്പോൾ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു വന്ന്. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയുടെ കുടുംബം കല്ലുംതൊട്ടി കുടുംബം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. സേവനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചതായ പട്ടാളം ഉപദേശി എന്ന് പറയുന്നത് പിന്നീട് മധ്യകേരള മഹാടിയിലും ഞാൻ വിജയിച്ചതിന് കുറച്ച് മുമ്പ് സംസാരിക്കുകയായിരുന്നു. മധ്യകേരള മഹാടിയിലും ഈസ്റ്റ് കേരളയിലേക്ക് വളരെ സുദീർഘമായി സേവനം ചെയ്തതായ ഒരു ദേവദാസന്റെ സഹോദരന്റെ സഹധർമ്മിണിയാണ് ഈ പ്രിയ അമ്മച്ചി. അതുകൊണ്ട് ആ വലിയൊരു പാരമ്പര്യം അമ്മച്ചികളുണ്ട്. ദൈവവേലയോടും സഭയോടും ദേവദാസന്മാരോടും ശുശ്രൂഷകളോടും ആരാധനയോടും കൂട്ടായ്മയോടും ഒക്കെ വലിയ ഒരു അഭിനിവേശം അമ്മച്ചി നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണമായി തരുന്നത് ഈ വലിയൊരു പാരമ്പര്യം ശുശ്രൂഷ. അത് മാത്രമല്ല അമ്മച്ചിയുടെ പ്രിയ ഉപദേശി ഞാനും ഉപദേശി ഇവിടെ അണക്കരയിൽ ഉപദേശി ചെറ്റൂരിലായിരിക്കുമ്പോൾ ഞാൻ അണക്കരയിലെ മിഷണറി. എനിക്ക് നല്ല പരിചയമുള്ള കുടുംബമാണ് പശ്ചിമയൊക്കെ. പശ്ചിമിക്കാറും ആ സ്റ്റേജിൽ വരാറുണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ. എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് ദേവദാസൻ KK ജോൺ സാർ, അങ്ങനെ ദേവദാസൻ വളരെ പ്രഗത്ഭരായ സമർപ്പണമുള്ള ത്യാഗോജനമായി സേവനം ചെയ്യുന്ന ദേവദാസന്മാരുടെ ഒരു ശ്രേണിയിൽപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഈ അമ്മച്ചി. കല്ലുതൊട്ടിയിൽ ചർച്ചയുടെ കല്ലുതൊട്ടിയിൽ കുടുംബത്തിന്റെ പേരിലുള്ള ഒരു റോഡ് തന്നെയുണ്ട്. കവമാർക്ക് കുടുംബത്തേക്ക് പോകുന്ന ഒരു ചെറിയ റോഡ് നമ്മുടെ ജോൺസൺ സാർ, പ്രിയ ജോൺസൺ സാർ, ആ റോഡ് ആ അമയത്തിലാണ് റോഡ് അറിയപ്പെടുന്നത്. ചെറിയ റോഡായാലും ആ വലിയ സ്മാരകം തന്നെ എവിടെയുണ്ട്. അതുകൊണ്ട് എന്നോട് അച്ഛൻ പറഞ്ഞ 3 മിനിറ്റ് ഞാൻ പെട്ടെന്ന് വാക്ക് വിസ്മരിക്കട്ടെ. ഒരു വേദഭാഗം മാത്രം ആശ്വാസദായ ശുശ്രൂഷ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, ഏറ്റവും പ്രയാസപ്പെട്ട കാര്യമാണ് ആശ്വാസ വാക്കുകൾ പറയാനുള്ളത്. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആശ്വാസം പറയാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസം. കാരണം നമുക്ക് ദുഃഖം അനുഭവിക്കുന്ന വേദന നമ്മളിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് 127 സംഘത്തിന്റെ 2ാമത്തെ വാക്യം മാത്രം, കർത്താവ് തന്റെ വാത്സല്യവാന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മലയാള ട്രാൻസ്ലേഷനിൽ അങ്ങനെയല്ല, എന്നാൽ സുറിയാനി പാരമ്പര്യത്തിലുള്ള പരിഭാഷയിൽ അങ്ങനെയാണ് പറയുന്നത്. കർത്താവ് തന്റെ വാത്സല്യവാന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു. ഉറക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടത്, നമ്മൾ 2 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ അല്ലേ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത എത്ര വരും അല്ലേ. ഉറക്കം ഇല്ലാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് ഉറക്കം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് സ്വന്തമായി സമാധാനത്തോട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഇന്നത്തെ കാലം. കാരണം ഉറക്കമില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഗുളിക കഴിച്ചിട്ട് ഉറക്കമില്ലാത്തവരുണ്ട്, സമ്പർക്കങ്ങളുടെ കാരണം ഉറക്കമില്ലാത്തവരുണ്ട്. ഉറക്കമില്ലാതെ കുറേ ദിവസം കഴിഞ്ഞാൽ നമ്മൾ മാനസിക രോഗികളായിട്ട് മാറും, വിഭ്രാന്തി ഉണ്ടാകും. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം പറയാം, കർത്താവ് തന്റെ വാത്സല്യവാന്മാർക്ക് ഉറക്കം കൊടുക്കുന്നു. അമ്മച്ചിക്ക് വലിയൊരു ഉറക്കം ലഭിച്ചിരിക്കുക, നിത്യമായ ഒരു ഉറക്കം. ഇന്നലെ പറഞ്ഞല്ലോ വൈകിട്ടൊക്കെ അല്പം പ്രയാസത്തോടുകൂടെ അമ്മച്ചി ശ്വാസോച്ഛ്വാസം ചെയ്തുവെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കേ, എത്ര ശാന്തമായ ഒരു ഉറക്കമാണ് അമ്മച്ചി ഉറങ്ങുന്നത്. എത്ര ശാന്തതയോടുകൂടി അമ്മച്ചി ആ മുഖത്ത് ആ പ്രസന്നത നമുക്ക് കാണാനായിട്ട് സാധിക്കും. തേജസ്കരിക്കപ്പെട്ട ഒരു പ്രസന്നത ആ മുഖത്ത് വരച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. നല്ലൊരു കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന പോലെ കർത്താവിന്റെ കരങ്ങളിൽ അമ്മച്ചി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉറക്കത്തിനുള്ള ചില പ്രത്യേകതകൾ മാത്രം 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഓരോ വാക്കിൽ അധിക പ്രസംഗമായിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ പറഞ്ഞു നിർത്തട്ടെ. ഒന്ന്, ഈ അമ്മച്ചിയുടെ ഈ ഉറക്കം വാത്സല്യവാൻ കർത്താവ് കൊടുത്ത് ഉറക്കം കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ക്ഷീണമായിട്ട് അങ്ങനെ
ചിക്കനൊക്കെ അടിച്ച് നല്ല 65 ഒക്കെ കഴിച്ച് ക്ഷീണിതരായി ഉറങ്ങുന്ന ഉറക്കമല്ല, വേറെ എന്തെങ്കിലും എവിടെയും യാത്ര പോയിട്ട് വന്നിട്ട് ഉറക്കമല്ല. കർത്താവ് കൊടുത്ത ഈ ഉറക്കത്തിന് 4 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇറ്റ്സ് എ ലിബറേഷൻ, വിമോചനമാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിലെ എല്ലാ വേദനകളിൽ നിന്നും, ശ്വാസമുട്ടലിൽ നിന്നും, വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായ അസ്ഥികൾക്കുണ്ടായ പൊട്ടലിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന നെടുവെടുപ്പുകളിൽ നിന്നും യാതനകളിൽ നിന്നും ഒക്കെ ലഭിച്ച വലിയൊരു വിമോചനമാണ് ഈ ഉറക്കം. ഈ എന്താ പറയുക, സത്യസന്ധമായ ഉറക്കമാണിത്. വിമോചനം ലഭിച്ചിരിക്കുകയാണ് എല്ലാ പ്രാരാബ്ധത്തിൽ നിന്നൊക്കെ. എന്നെ പറഞ്ഞല്ലോ, ഞാൻ എന്നാൽ മനസ്സിലാക്കുന്നത് എറണാകുളത്ത് പറയുന്ന ആളുകളാണ് എൻ്റെ കൂടെ അപ്പച്ചനുണ്ടായത്. എനിക്ക് 2003 അമ്മച്ചി ഇവിടെ വരുന്നത്. 2003 21 വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പച്ചൻ മരിച്ചതെന്നാണ് ഇന്നലെ ഞാൻ ഈ ജീവചരിത്രത്തിൻ്റെ രേഖകളൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. 21 വർഷമായിട്ട് ഈ ദേശത്ത് കുറേ നാളൊക്കെ എറണാകുളത്തായിരുന്നു. അപ്പോൾ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏത് ദേശത്തായിരുന്നാലും അവിടെയുള്ള സഭയുമായിട്ട് ശുശ്രൂഷകരായിട്ട് ദൈവവേലയുമായിട്ട് കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരു അമ്മച്ചി ആയതുകൊണ്ട് കർത്താവ് കൊടുത്ത ഈ ഉറക്കം വലിയൊരു വിമോചനമാണ്. രണ്ടാമതായി വലിയൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ഉറക്കം. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ വലിയ കൂട്ടായ്മയൊന്നും ലഭിക്കുന്നില്ല. ഏതെങ്കിലും മുറി കിടന്ന് തനിച്ച് കിടന്ന് നമ്മൾ ഉറങ്ങുകയാണ് അല്ലേ. നമ്മുടെ ഉറക്കത്തിനൊന്നും കൂട്ടായ്മയുടെ പരിമിതിയുണ്ട്. കൂട്ടായ്മയുടെ ഉറക്കം നമുക്ക് വരത്തില്ല അല്ലേ. പക്ഷെ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉറക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദൃശ്യ ലോകത്തിലേക്ക് ആത്മാവ് കടന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മുടെ ഒരു വലിയ ഫെലോഷിപ്പ്, പൂർവികരുടെ ഒരു വലിയ ഫെലോഷിപ്പ് ഈ കല്ലുംതൊട്ടി ഉപദേശിയൊക്കെ ആയിരിക്കും അമ്മച്ചിയെ റിസീവ് ചെയ്യാനായിട്ട് ആ കൂട്ടായ്മയിലുള്ളത് ഞാൻ കരുതുകയാണ്. ഈ പനശ്ശിക്കലെ ആ സാറും ഉപദേശിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഉപദേശിയൊക്കെയാണ് അമ്മച്ചിയുടെ ആ ഫെലോഷിപ്പിൽ ഞങ്ങൾ വളരെ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അമ്മച്ചി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഈ വലിയ ഫെലോഷിപ്പ്, എ ഗ്രേറ്റർ ഫെലോഷിപ്പാണ് പൂർവികന്മാരുടെ സംസ്കാരത്തിലേക്ക്. അമ്മച്ചി കണ്ടിട്ടില്ലാത്ത വലിയപ്പച്ചന്മാരെയും കാണുകയാണ്. നമുക്ക് 1, 2, 3 തലമുറയുടെയൊക്കെ അപ്പച്ചന്മാരെ പരിചയമുള്ളൂ. എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറേ ആൾക്കാർ അവരൊക്കെ പറയാം, അയ്യോ നമ്മുടെ കല്ലിങ്ങൽത്തൊട്ടിയിൽ കുട്ടിയമ്മ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇപ്പോഴാണ് ഈ കുട്ടിയമ്മയെ കാണാനായിട്ട് സാധിച്ചത്. എത്ര വലിയൊരു ഫെലോഷിപ്പാണ് അമ്മച്ചിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന് മാത്രമാണ് ഇത് നൽകാൻ സാധിക്കുന്നത്. മൂന്നാമതായി, ഇത് ഒരു ഫെലോഷിപ്പ് ഓഫ് വിസ്ഡം. ഇതുവരെ നമുക്ക് എത്ര അറിവ് ലഭിച്ചിട്ടും നമ്മുടെ പല സംശയങ്ങളിലൊന്നും തീർന്നിട്ടില്ല അല്ലെ. കർത്താവ് രണ്ടാമത് വരുമോ, നമ്മുടെ വലിയ സംശയം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലേ. ഈ മരണത്തിന് ശേഷം എന്താ? അപ്പൊ ഇതൊക്കെ ഈ വിസ്ഡം എന്താണ്, ഇനി എന്താണ്? ഇതുവരെ നമ്മൾ സംശയ നിവാരണത്തിനായിട്ട് നമുക്ക് ദൈവവചനത്തിലൊക്കെ ആഴമായ ബോധ്യമുണ്ടെങ്കിലും പല കാര്യങ്ങളും സാധിച്ചില്ല. ഇനി ഡയറക്റ്റ് ആയിട്ട് കർത്താവിനോട് ചോദിച്ച് അമ്മച്ചിയുടെ സംശയങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. പുസ്തകത്തിൽ ലഭിക്കുന്ന അറിവല്ല, അമ്മച്ചിക്ക് ഒരു വലിയ വിസ്ഡം കർത്താവ് നൽകിയിരിക്കുകയാണ്. ഇനിയുള്ള സംശയങ്ങൾ അവിടെ എല്ലാവരും സംശയ നിവാരണത്തിലുണ്ട്. അമ്മച്ചി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഈ വലിയ ഫെലോഷിപ്പിലെ അംഗങ്ങൾ അവിടെ സന്നദ്ധരാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമ്മളെപ്പോലെ പരിചയസമ്പന്നത ഇല്ലാത്തവരല്ല, പരിചയസമ്പന്നരായ ധാരാളം പേരുടെ ഒരു കൂട്ടായ്മയായതുകൊണ്ട് കർത്താവ് തന്നെയാണ് കൂട്ടായ്മയുടെ സെന്റർ ആയതുകൊണ്ട് ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ കർത്താവിനോട് ചോദിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി അല്ലെ. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് അമ്മച്ചി ഈ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് കർത്താവിനോട് ചോദിക്കാം. അതുകൊണ്ട് വലിയൊരു വിസ്ഡമാണ് ലോകത്തിന് കൊടുക്കുവാൻ കഴിയാത്ത വലിയ വിസ്ഡം. നോളജ് അല്ല പ്രിയമുള്ള, നോളജ് നമുക്ക് പുസ്തകം വായിച്ചാൽ കിട്ടും, പ്രവൃത്തി ബന്ധ്യത്തിൽ ലഭിക്കും. വിസ്ഡം ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്നതാണ്. ശലോമോന് നൽകിയ വിസ്ഡം അതൊക്കെ അമ്മച്ചിക്ക് ഈ ഉറക്കത്തിൽ ലഭിക്കും. നാലാമൊരു കാര്യങ്ങൾ പറയട്ടെ. ഈ ഒരു ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകതയുള്ള ഉറക്കമാണ്. എന്താണെന്നറിയാമോ? എപ്പോഴും കർത്താവിൻ്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഉറക്കമാണ്. നമ്മളിതുവരെ ദർശനത്തിലൊക്കെ മാത്രമേ നമുക്ക് ആ ഉറക്കത്തിലൂടെ നമ്മൾ കർത്താവിൻ്റെ മഹത്വം കണ്ടുള്ളൂ. എന്നാൽ തേജസ്കരിക്കപ്പെട്ട കർത്താവ്, പുനരുത്ഥാനം ചെയ്ത കർത്താവ്, സ്വർഗീയ സന്നിധിയിലായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതായ ആ കർത്താവിൻ്റെ തേജസ്, കരിസ്മ എന്നാണ് വിളിക്കുന്നത്. ഈ കരിസ്മ ദർശിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം അമ്മച്ചിക്ക് ലഭിച്ചിരിക്കുക. നമുക്കാർക്കും അത് ഇപ്പോൾ ലഭ്യമല്ല. ചിലപ്പോൾ കുറച്ച് ചെറിയ ദർശനമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ പൂർണ്ണമായ ദർശനത്തിന്റെ ഭാഗമായി ഈ കരിസ്മ, തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കാണാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഉറക്കത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാക്കുകൾ സ്മരിക്കട്ടെ. ഈ വലിയ ഉറക്കത്തിലേക്കാണ് അമ്മച്ചിയെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേദനയുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും, കർത്താവേ എനിക്കും അങ്ങനെ ഒരു ഉറക്കം തരണമേ. ഇങ്ങനെ ഒരു ഉറക്കം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരും മരണത്തെ ഭയപ്പെടുകയില്ല. മരണം ദൈവം നൽകുന്ന ഒരു ദാനമായി നമ്മൾ കണക്കാക്കും. ആ വലിയ ഉറക്കത്തിന്റെ നാളുകൾക്കായിട്ട് അമ്മച്ചിയെ പ്രവരിക്കുക. 98 വയസ്സ് സഫലമായ ജീവിതമാണ്. വളരെ സഫലമായ ഒരു യാത്രയാണ്. സഫലമീ യാത്ര അല്ലേ, സഫലമീ യാത്ര. മനോഹരമായ ഒരു യാത്രയുടെ ഈ ലോകത്തിലെ പര്യവസാനമാണ്. പക്ഷെ അത് അവസാനിച്ചിട്ടില്ല.
just continuing in the heaven, in the eternal life. അത് തുടരുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മകത്തെ പ്രതിഷ്ഠയിൽ പ്രിയ മാതാവിനെ കാണാനായിട്ട് സാധിക്കും. മറ്റ് വിശുദ്ധന്മാരുടെ ഗണത്തിൽ അമ്മച്ചിയെ കാണാനായിട്ട് സാധിക്കും. പേര് വിളിക്കുമ്പോൾ എൻ്റെ പേരുമുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി തന്നെയാണ് അമ്മച്ചി യാത്ര പറയുന്നത്. ആ ഒരു ബോധ്യം പ്രാപിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാലിയേറ്റീവിൽ 1 മാസം ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് അമ്മച്ചിയെ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യത്തിനായിട്ട് കുടുംബാംഗങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ഏതുതരം വലിയ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Oh
കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ദാക്ഷിയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നിത്യജീവനിലേക്ക് എടുത്ത് നൽകുന്ന നിശ്ചയവും മറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസിയുടെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിയെ ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസ സംഗതികളെ നിത്യാവിശ്വാസമാക്കളിൽ നമുക്കുറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടാനുള്ള സർവ്വേശ്വരനായ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായി യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിതാവിന്റെ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ദൈവം, സത്യദൈവം, ജനിക്കപ്പെട്ട പിതാവിനെ ചുമതലൻ അവനാസമുണ്ടായി കർത്താവ് ജീവിക്കുന്നവനും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ.
സമൂഹത്തിലും കൂട്ടായ്മയിലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. അങ്ങയമായി കൂടാതെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ഒരുക്കിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവേ അവിടെ നിന്ന് നയിക്കപ്പെടുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഏവരുടെ സന്ദനത്തിൽ കടന്നുവരേണ്ടാവുന്ന ഞങ്ങൾ ഓരോ മരണാവസ്ഥയിലും ഓരോ അടക്കന്റെ സമീപങ്ങളിൽ നിന്നായി സ്തോത്രം. എന്നാൽ മാതാവിന്റെ വേർപാട് ഒപ്പിച്ചിരിക്കുന്നതായ ഇങ്ങനെ അവരുടെ മക്കളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ നാളുകളിലും വീഴ്ചയിലൂടെ കിടപ്പിലായിരുന്നതായ മാതാവിനെ പ്രഖ്യാപിച്ചു അവിടുത്തെ സന്നിധിയിലാക്കിയിരിക്കാൻ നിങ്ങളുടെ സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കായി കർത്താവേ ആകർന്നുള്ള അച്ഛന്മാരെയും ഉദ്ദേശന്മാരെയും ജനത്തെയും അങ്ങനെ സമർപ്പിക്കുന്നു. ഞങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഈ അവസരമുണ്ട് എന്ന് ഞങ്ങൾ ചിന്തിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കടന്നു പോകുവാൻ സഹായിക്കണം. എങ്കിലും മഹാവത്സരമായ കർത്താവേ, മഹാശക്തിയുടെ കർത്താവേ, പരിശുദ്ധയും മഹാനുള്ള രക്ഷിതാവേ, നിത്യമന്നതകൾ കൈപ്പായ വേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഈ കല്ലറ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശവക്കല്ലറയിലെ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയിടക്കെയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്ന അങ്ങയിൽ അങ്ങയുടെ ദാസി സ്വസ്ഥത അനുഭവിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി ഞങ്ങളുടെ ദാസിയുടെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിങ്ങളെ കർത്താവിന്റെ പുത്രനായി ബലപ്പെടുത്തുവാനാകട്ടെ. നമ്മുടെ ജീവനായ യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് ഓടിക്കട്ടെ. നമുക്ക് സമാധാനത്തിൽ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അനീഷ ഇന്ന് വിദേശയാത്ര ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ടീമുകളും ആ ഭവനത്തിലെ പ്രാർത്ഥന പങ്കെടുക്കണം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നാക്സ് നമ്മുടെ വാച്ച് ബോർഡിൽ മേടിച്ചിട്ടുണ്ട്. എല്ലാവരും ആ സ്നാക്സിലും ടീയിലും പങ്കെടുക്കണം. വേണ്ടി കൃത്യമായിട്ട് അത് അറിയിച്ചു. Hallelujah.
അല്ല എവിടേക്ക് ഇനി ഇവിടെ ഒന്നിച്ച് വേണം അങ്ങനെ വലിക്കാൻ. ഇവിടെ ഒന്നിച്ച് വേണം വലിക്കാൻ. ഇവിടെ നിന്ന് കുറച്ച് കാലത്ത് മതി കുഴപ്പമില്ല. ഞാൻ ആ കമ്പി കൂടെ എടുക്കാം. അല്ലല്ല കട്ടിക്ക് പിടിക്കൂല്ലേ? അത്ര കഴിച്ചിരിക്കുന്നത് അത് രണ്ടാമത്തെ അടുക്കട്ടെ. കട്ടലേ
അതിങ്ങോട്ട് പോകാം